ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാട്രിയോട്ട് മൂവി കണ്ടിട്ട് വരുന്ന വഴിയാണ്. മലയാളത്തിലെ രണ്ട് ലെജൻഡറി ആക്ടേഴ്സ് ഒരു മൂവിയിൽ ഒന്നിക്കുകയാണ്. എനിക്കൊന്ന് 56ാമത്തെ മൂവിയെ കണ്ടാണ് ഇവർ ഒന്നിച്ച് ചെയ്യുന്നത്. കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഫ്രെയിമിൽ, ഒരൊറ്റ ഫ്രെയിമിൽ രണ്ട് മുതലുകളെ കാണാൻ സാധിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പടം നമുക്കറിയാം ഓൾമോസ്റ്റ് അത് ഹിറ്റ് ആവും. ഒരു 80% ഹിറ്റ് ആവും. പിന്നെ ഒരു നോർമൽ സ്റ്റോറി ആണെങ്കിൽ പോലും അത് ബ്ലോക്ക് ബസ്റ്റർ ആവും. കാരണം ഇവരെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് സ്ക്രീനിൽ കാണാൻ തന്നെ നമ്മൾ മലയാളികൾ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. അത് കുറെ കാലത്തിന് ശേഷം ഇപ്പോഴാണ് നിന്ന് കിട്ടുന്നത്. നമ്മുടെ മലയാള സിനിമ ബാക്കിയുള്ള ഇൻഡസ്ട്രീസിനെ കൂട്ട് വലിയ സ്കെയിലിൽ സിനിമ ഒന്നും ഇറക്കുന്നില്ലെങ്കിൽ പോലും ഇവരുണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട് അഭിനയത്തിന്റെ കാര്യത്തിൽ. ആ ഒരു സാധനത്തിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് പോലും മലയാളം ഇൻഡസ്ട്രീസിനെ വാല്യൂ ചെയ്യുന്നതും നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നതും നമ്മുടെ മൂവീസിനെ അത്രയും ആളുകൾ പ്രൈസ് ചെയ്യുന്നതും. അങ്ങനെ രണ്ട് ലെജൻഡ്സ് ഒന്നിക്കുന്ന മൂവി. പിന്നെ ബോണസ് ആയിട്ട് ചാക്കോച്ചനും ഫഹദും. മൂവിയെ പറ്റി പറയാനാണെങ്കിൽ ഇത് ഇൻ ആൻഡ് ഔട്ട് ഒരു കംപ്ലീറ്റ്ലി ഒരു മമ്മൂട്ടി മൂവിയാണ്. തുടക്കം തൊട്ട് ഒടുക്കം വരെ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം ഡാനിയൽ ജെയിംസിനകത്തൂടെയാണ് ഈ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നത്. വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. സീരിയസ്ലി സിനിമ കണ്ടതിന് ശേഷം ഫോണൊക്കെ ഉപയോഗിക്കാൻ ചെറിയൊരു പേടിയുണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ ലാപ്പൊക്കെ ക്യാമറ എന്താ പറയുക ഞാൻ കാണിച്ചത് ഇതുണ്ട്, ഇത് കണ്ട ക്യാമറ ഞാൻ ഒട്ടിച്ചു വെച്ചേക്കാണ്. ഞാൻ എൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണും ബാക്ക് ക്യാം കവർ ചെയ്യുന്ന ഒരു കവറൊക്കെ ഉണ്ട്, ഓൾറെഡി ഉണ്ടായിരുന്നു. ഫ്രണ്ട് ക്യാമിനി എങ്ങനെ കവർ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം. കാരണം ഈ സ്റ്റോറി നമ്മൾ ചിലപ്പം അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കാം, അല്ലെങ്കിൽ ഭാവിയിൽ എന്താണെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു സ്റ്റോറി. ഈ ഒരു കഥ അധികം വിദൂരത്തിലല്ല, ഉടനെ തന്നെ മിക്കവാറും നമുക്ക് റിയൽ ലൈഫിൽ തന്നെ ഇത് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി മമ്മൂക്കയാണ്. ചെറിയൊരു ലാഗൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ്, ആ ഒരു സ്റ്റൈലൊക്കെ കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റോറി ടെല്ല് ചെയ്ത് അതിനൊരു ബേസ് ഉണ്ടാക്കി ആൾക്കാരെ മനസ്സിലാക്കണം, അതിന്റെ ഒരു ലാഗിങ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു എക്സിക്യൂഷൻ പാർട്ട് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കഴിയാറാവുമ്പോഴാണ് ആ സാധനം വരുന്നത്. അവിടെ തൊട്ട് സിനിമയുടെ ഗ്രാഫ് അങ്ങോട്ട് കയറും. ഈ ഗ്രാഫ് കയറിക്കൊണ്ട് വരുന്ന സമയത്താണ് നമ്മുടെ ലാലേട്ടന്റെ എൻട്രി. സെക്കൻഡ് ഹാഫിലാണ് പുള്ളി വരുന്നത്. മമ്മൂക്കയുടെ ഇൻട്രോ വളരെ നോർമൽ ആയിട്ടുള്ള ഇൻട്രോ ആയിരുന്നു. അത്യാവശ്യം ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് ലാലേട്ടന്റെ ഒരു ഇൻട്രോ കൊണ്ടുവരുന്നത്. അപ്പൊ തന്നെ കയ്യടിയാണ്. ലാലേട്ടനാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കയ്യടി മേടിച്ചു കൂട്ടിയത്. അത് പറയാതിരിക്കാൻ വയ്യ. ലാലേട്ടനും മമ്മൂക്കയും കൂടെ വന്നിട്ട് ഒരു പൊളിക്കലുണ്ട് മക്കളെ. അത് കാണാൻ വേണ്ടി മാത്രം നമുക്ക് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാം. അമ്മാതിരി ഒരു സാധനം ഇവർ രണ്ടും കൂടെ. അയ്യോ ഞാനത് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിൽ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു കോംബോ കുറെ നേരം ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ എന്ന്. അത്രയും കിടിലം. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൗണ്ടർ ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും അയ്യോ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടന്റെ മമ്മൂക്കായും ഒരു ബിഗ് സ്ക്രീനിൽ സീരിയസ്ലി കാണുന്നത്. അന്നേരം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഉള്ള ആ ഒരു ഭാഗമാണ് ഈ സിനിമയിലെ ഏറ്റവും പീക്ക് നമുക്കൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നൊരു സാധനം. അത് മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്ലെയിൻ സ്റ്റോറിയാണ്. പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കഥ പറഞ്ഞു പോകുന്നത്. വലിയൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺസും കാര്യങ്ങളൊന്നും ഈ സിനിമയ്ക്കകത്തില്ല. പക്ഷെ ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ ആ ഒരു സ്റ്റോറി ടെൽ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഭഗത് ആൻഡ് ചാക്കോച്ചൻ. ഭഗത്തിന്റെ റോള് പുള്ളി ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ഗ്രേ ഷെയ്ഡുള്ള ഒരു വില്ലൻ കഥാപാത്രമാണ് ഫാഫയുടെ റോൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി അത് കണ്ടിട്ടുള്ളതാണ്, ഒരു കോർപ്പറേറ്റ് കിഡ്. പിന്നെ ചാക്കോച്ചന്റെ റോള് നിസ്സഹായ അവസ്ഥയിൽപ്പെട്ട ഒരു യുവാവ്. ഇതും നമ്മൾ പല സിനിമയിലും ഇതുപോലുള്ള റോൾസ് കണ്ടിട്ടുള്ളതാണ്. ഇവരുടെ രണ്ടുപേരുടെ റോൾസ് നമ്മൾ ഓൾറെഡി ഏതൊക്കെയോ മൂവിയിൽ കണ്ടിട്ടുള്ളത് പോലെ ഫീൽ ചെയ്യും നമുക്ക് ആ ഒരു സിനിമ കാണുന്ന സമയത്ത്. ഇവരുടെ ലെജൻഡ് ഹാങ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഹോട്ട്സ്റ്റാർ ഇറക്കിയ ഒരു ഇന്റർവ്യൂ സെക്ഷൻ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അതിനകത്ത് ഇവരായിട്ട് ഊക്കുന്നുണ്ട്. അത് എനിക്ക് സിനിമ കണ്ടപ്പോൾ മനസ്സിലായി എന്താ കാരണത്താലാണ് ഇവന്മാരായിട്ട് ഊക്കുന്നതെന്ന്. ഓവറോൾ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഒരു നല്ല മൂവിയാണ്. എല്ലാവരും കാണേണ്ടതും കണ്ടിരിക്കേണ്ടതുമായിട്ടുള്ള മൂവിയാണ്. എനിക്ക് മൂവി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. മൂവി കണ്ടിട്ടുള്ളവരാണെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യും. ആൻഡ് വൺസ് അഗൈൻ ദ ബിഗ് എംസിനെ സ്ക്രീനിൽ കാണാൻ അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതിനുവേണ്ടി മാത്രം വേണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് പോയി കാണാം. അത്രയ്ക്കുണ്ട്. സോ കൂടുതലൊന്നും പറയുന്നില്ല. വേറൊരു. അപ്പൊ ശരി.